ഓം ശ്രീ വിഷ്ണുമൂർത്തിയേ നമഃ. കാലത്തിന്റെ മാറുന്ന പരിതസ്ഥിതിയിലും മാറ്റമില്ലാത്ത സജീവ ശക്തിയായ അനുഷ്ഠാനം. ഗ്രാമീണ ജനതയുടെ വിചാരവികാരങ്ങളിൽ ഇഴുകിച്ചേർന്ന പാലക്കയിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര കളിയാട്ട മഹോത്സവക്കാലം സമാഗതമായി. ചിലമ്പിന്റെ നാദം അടുത്തെത്തുന്നില്ലേ? സാന്ത്വന ദൈവമൊഴികൾ കേൾക്കുന്നില്ലേ? വരവായി ദൈവങ്ങൾ അത്രയും ഭക്തരുടെ തൊട്ടടുത്തേക്ക് ഇതാ വരവായി. ഭക്തിയുടെ നിറവിൽ, ആചാരങ്ങളുടെ പെരുമയിൽ പഴശ്ശി പാലക്കൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര പുനഃപ്രതിഷ്ഠയും കളിയാട്ട മഹോത്സവവും ഭക്തമനസ്സുകളിൽ അനുഗ്രഹം വർഷിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൂതകാലത്തിൽ എന്നോ ഈ തറവാട്ട് പൂർവികർ സാക്ഷാത്കരിച്ച് വർത്തമാനകാലത്തിൽ ഈ സകുടുംബത്തിലെ നവാഗതരും ചേർത്തുപിടിച്ച് ഭാവിയിൽ വരും സന്തതി തലമുറകളുടെ ചിന്താശേഷി പ്രോജ്വലിപ്പിച്ച് അനന്തകോടി വർഷങ്ങൾ നിലനിൽക്കേണ്ട മഹാചൈതന്യ ക്ഷേത്ര പുനർനിർമ്മിതി സമ്പൂർണമായതിനു ശേഷമുള്ള പുനഃപ്രതിഷ്ഠാ സായുജ്യവും കളിയാട്ട സുമഹോത്സവവും സമാഗതമായിരിക്കുന്നു. ജനുവരി 22 മുതൽ പഴശ്ശി പാലക്കൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര പുനഃപ്രതിഷ്ഠയും കളിയാട്ട മഹോത്സവവും. ഏതന്യദേശത്താണെങ്കിലും നിദ്രയിൽ പോലും വിഷ്ണുമൂർത്തിയുടെ സംരക്ഷണത്തിന്റെ ചിലമ്പുലി താളം ചുറ്റും സഞ്ചരിക്കുന്നു. ആ ആത്മധൈര്യം കുടുംബാംഗങ്ങൾ നെഞ്ചേറ്റുന്നു. ക്ഷേത്ര പുനർനിർമ്മാണ സാധന സാമഗ്രികൾ മുടങ്ങാതെ സമർപ്പിച്ച ഭക്തഹൃദയങ്ങളെ നമസ്കാരം. ഒരേ മനസ്സും ഒരേ വിശ്വാസവും സാക്ഷാത്കാരത്തിലേക്ക് നരജന്മത്തെ നയിക്കുമെന്നതിന് കൺമുന്നിലെ മഹാസാക്ഷ്യം മയ്യിൽ പഴശ്ശി പാലക്കൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം. 250ഓളം കുടുംബങ്ങൾ, അതിലെ പരശതം വ്യക്തികൾ. അവരോരോരുത്തരുടെയും ത്യാഗ, ശ്രദ്ധ, പ്രാർത്ഥനയുടെ സഫലതയുടെ സമ്പൂർണതയാണിത്. എത്രയോ പേർ ഈ ക്ഷേത്ര തായ്വഴികളിലൂടെ ഇതിനു മുമ്പും സഞ്ചരിച്ചിട്ടുണ്ടെന്നോ. അവർക്കൊന്നും സാധ്യമാവാത്ത ഈ ദേവസോപാനത്തിന്റെ പുനർനിർമ്മിതി ഈ തലമുറക്ക് തന്നെ നിർവഹിക്കാനായത് മഹാഭാഗ്യം. അതുകൊണ്ട് തന്നെ ആത്മഹർഷത്തോടെയുള്ള അത്യപൂർവ സന്ദർഭം കൂടിയാണ് ക്ഷേത്ര പുനഃപ്രതിഷ്ഠയും കളിയാട്ട മഹോത്സവവും. ജനുവരി 22 മുതൽ പഴശ്ശി പാലക്കൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര പുനഃപ്രതിഷ്ഠയും കളിയാട്ട മഹോത്സവവും. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ സച്ചിദാനന്ദ അവതാരമായ വിഷ്ണുമൂർത്തിയെ തന്നെ സ്വന്തം തറവാട്ട് പരമ്പൊരുളായി വരം കൈവരിച്ച് കുടിയിരുത്തിയ പൗരാണിക പാരമ്പര്യ ചരിതം ഇനി അക്ഷര പൊരുളാർന്ന ദേവഗ്രന്ഥമായി ഭക്തരുടെ കൈകളിലെത്തുന്നു. ക്ഷേത്ര മഹത്വം വിളംബരം ചെയ്യുന്ന സ്മരണിക ശംഖുലി പ്രകാശനം ചെയ്യപ്പെടുന്ന സന്ദർഭം കൂടിയാണിത്. വിശേഷാൽ ചടങ്ങുകൾ. ജനുവരി 22 വ്യാഴം മകരം 8 പുണ്യകർമ്മങ്ങളുടെ തുടക്കം കുറിച്ച് രാവിലെ 8 മണിക്ക് പുണ്യാഹവും സന്ധ്യാവേളയിൽ ഭക്തിനിർഭരമായ ഭഗവതി സേവയും വിശേഷാൽ ശുദ്ധിക്രിയകളും നടക്കുന്നു. ജനുവരി 23 വെള്ളി മകരം 9 ശുഭമുഹൂർത്തം പുലർകാലം 7:40 ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ മാക്കന്തേരി ഇല്ലത്ത് ദാമോദരൻ നമ്പൂതിരി അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കും. തുടർന്ന് പൈതൃകത്തിന്റെ സ്മരണിക ശംഖുലി പ്രകാശനം. ജനുവരി 24 ശനി മകരം 10 സായം സന്ധ്യയിൽ ഗണപതി ഹോമവും ഗുരുപൂജയും ശാക്തേയ പൂജകളും ഭക്തിപുരസ്സരം നടക്കുന്നു. ജനുവരി 25 ഞായർ മകരം 11 കോലങ്ങൾ ഉണരുന്ന വേള. വൈകുന്നേരം 4 മണിക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കഴകപ്പുരയിൽ നിന്നും തിരുവായുധ എഴുന്നള്ളിപ്പ്. 5 മണി മുതൽ ധർമ്മദൈവം, ഗുളികൻ, ശാസ്തപ്പൻ, കുറത്തിയമ്മ എന്നിവരുടെ വെള്ളാട്ടങ്ങളും വീരൻ, പൊട്ടൻ എന്നിവരുടെ തോറ്റങ്ങളും അരങ്ങേറുന്നു. രാത്രി 8 മണി മുതൽ പ്രസാദ ഊട്ട്, അന്നദാനം. ജനുവരി 26 തിങ്കൾ മകരം 12 ദൈവങ്ങൾ സംഗമിക്കുന്ന മഹാസുദിനം. ബ്രഹ്മകമലം പോലെ ബ്രാഹ്മ മുഹൂർത്തം ഈ വസുധയുടെ നഭസ്സിൽ വിടരുമ്പോൾ പുലർച്ചെ 3 മണി മുതൽ പുരാവൃത്ത ചൈതന്യങ്ങൾ ഉറഞ്ഞാടുന്ന ധന്യമുഹൂർത്തം. വീരൻ, ഗുളികൻ, ശാസ്തപ്പൻ, ധർമ്മദൈവം, പൊട്ടൻ, കുറത്തിയമ്മ ദൈവങ്ങൾ അത്രയും ഒത്തുചേരുന്ന മഹാസംഗമം. തുടർന്ന്
വടക്കേൻ ഭാഗം ക്രിയകളും അഗ്നിപ്രവേശത്തിലൂടെ അനുഗ്രഹം ചൊരിയുന്ന വിഷ്ണുമൂർത്തിയുടെ കലശവും നടക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് മഹാ അന്നദാനം. വിശ്വാസത്തിന്റെ നിറദീപങ്ങൾ തെളിയുന്ന ഈ പുണ്യവേളയിൽ പങ്കുചേർന്ന് ഐശ്വര്യവും സാന്ത്വനവും കൈവരിക്കാൻ ഭക്തജനങ്ങളെ ഏവരെയും ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ജനുവരി 22 മുതൽ പഴശ്ശി പാലക്കിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര പുനഃപ്രതിഷ്ഠയും കളിയാട്ട മഹോത്സവവും. പൈതൃകത്തിന്റെ കാന്തിക പ്രഭ, 500 വർഷത്തെ പാരമ്പര്യത്തിന്റെ ഗരിമയാർന്ന ഭൂമിക, വടക്കേ മലബാറിന്റെ വിശ്വാസപ്രഭയിൽ പഴശ്ശി പാലക്കിയിൽ എന്ന പുണ്യഭൂമിയിൽ പൂർവീകർ സ്ഥാപിച്ച ആ മഹാകാന്തിക കേന്ദ്രത്തിലേക്ക് വീണ്ടും ചിലമ്പൊലി കേൾക്കാറായി. പ്രകൃതിയും ആത്മീയതയും ഒത്തുചേരുന്ന ഈ മണ്ണിൽ മാറ്റമില്ലാത്ത ചൈതന്യമായി അനുഷ്ഠാനങ്ങളുടെ പെരുമഴക്കാലം വന്നെത്തിയിരിക്കുന്നു. ചെണ്ടമേളങ്ങളുടെ താളക്കൊഴുപ്പിൽ, ചിലമ്പൊലികളുടെ നാദലയത്തിൽ കനലാടി ചുവടുവെക്കുന്ന തെയ്യക്കോലങ്ങൾ മനസ്സിനും നാടിനും ഐശ്വര്യമേകാൻ മണ്ണിലിറങ്ങുകയായി. ശ്രീ വിഷ്ണുമൂർത്തി നരസിംഹാവതാരം. ഭക്തിയുടെയും സംരക്ഷണത്തിന്റെയും പാരമ്യം. തിന്മയെ ഒടുക്കി നന്മയെ പുലർത്തുന്ന വിഷ്ണു ചൈതന്യം കത്തുന്ന കനലിലേക്ക് ചാടി അഗ്നിപ്രവേശം നടത്തി പ്രപഞ്ചത്തിലെ അഗ്നി ഊർജത്തെ ഭക്തർക്കായി അനുഗ്രഹമാക്കി മാറ്റുന്ന സാക്ഷാൽ പരദൈവം, ധർമ്മദൈവം, ഈ തറവാടിന്റെയും നാടിന്റെയും കാവലാൾ, നീതിയുടെയും സത്യത്തിന്റെയും പ്രതീകം, കുലധർമ്മം സംരക്ഷിക്കുന്ന വംശപുരാവൃത്തങ്ങളുടെ കരുത്തായ ദൈവിക ഊർജം, നമ്മുടെ വേരുകളെ പ്രകൃതിയോടും നീതിയോടും ചേർത്തു നിർത്തുന്ന ശക്തിവിശേഷം. വേട്ടയ്ക്കൊരു മകൻ ശാസ്തപ്പൻ, വേട്ടയാടലിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകം, പ്രകൃതിയിലെ വന്യതയെയും സമാധാനത്തെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ദൈവചൈതന്യം, സംരക്ഷകന്റെയും പോരാളിയുടെയും ഉഗ്രരൂപം. കുറത്തിയമ്മ, ഭൂമിദേവിയുടെ മറ്റൊരു ഭാവം, കരുണയുടെയും കനിവിന്റെയും ഉറവിടം. മലയിറങ്ങി വരുന്ന മലങ്കുറത്തി പ്രകൃതി മാതാവിന്റെ വാത്സല്യവും ഔഷധവീര്യവും ഭക്തർക്ക് പകർന്നു നൽകുന്നു. പൊട്ടൻ തെയ്യം, ജാതിമത ഭേദങ്ങൾക്കപ്പുറം മനുഷ്യത്വത്തിന്റെ മഹാസന്ദേശം വിളിച്ചോതുന്ന ചണ്ഡാലരൂപിയായ സാക്ഷാൽ പരമശിവൻ, അറിവിന്റെയും വിവേകത്തിന്റെയും അഗ്നിയായി പൊട്ടൻ തെയ്യം ഉറഞ്ഞാടുന്നു. ഗുളികൻ, കാലപുരുഷൻ, ജനന മരണങ്ങളുടെ അധിപൻ, പ്രപഞ്ചത്തിലെ കാലം എന്ന മഹാശക്തിയുടെ പ്രതീകം, വിഘ്നങ്ങൾ നീക്കി നാടിന് ഐശ്വര്യം നൽകുന്ന കാവൽ രൂപം. വീരൻ, തറവാടിന്റെ കരുത്തും വീര്യവും വിളിച്ചോതുന്ന പടനായകൻ, പൂർവീകരുടെ പോരാട്ട വീര്യത്തിന്റെ ദൈവീക രൂപം, ജീവൻ തുടിക്കുന്ന പുരാവൃത്ത കാവകത്തളം. നേർക്കാഴ്ചയ്ക്ക് നേരമായി വരിക. പുണ്യമുഹൂർത്തങ്ങളിൽ പങ്കാളികളാവാൻ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അന്നദാനം മഹാദാനം, അക്ഷയപാത്രത്തിലെ പുണ്യതീർത്ഥജാലം. ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും പാരമ്യത്തിൽ പഴശ്ശി പാലക്കയിൽ ശ്രീ വിഷ്ണുമൂർത്തിയുടെ തിരുമുറ്റത്തൊരുങ്ങുന്ന മഹാ അന്നദാനം സുഹൃതധന്യം. ആത്മഹർഷങ്ങൾക്കായി ഭഗവാൻ നടത്തുന്ന സാക്ഷാത്കാരം. ഹരിർദാത, ഹരിർഭോക്ത, ഹരീരന്നം പ്രജാപതി, ഹരീർവിപ്ര ശരീരസ്തു ഭൂംതേ ഭോജയതേ ഹരി. അന്നം നൽകുന്നവനും ദൈവം, സ്വീകരിക്കുന്നവനും ദൈവം, വിളമ്പുന്ന അന്നവും ദൈവം. ഈ ദിവ്യമന്ത്രത്തിന്റെ ഫലപ്രാപ്തി നൽകുന്നവനിലേക്കും സ്വീകരിക്കുന്നവനിലേക്കും ഒരുപോലെ പ്രസരിക്കുമെന്നാണ് ആചാര്യമതം. മഹാമനസ്കരായ ഭക്തജനങ്ങളെ കൊടുക്കുന്തോറും കുറയാത്ത അക്ഷയപാത്രമാണ് ഭഗവാന്റെ അനുഗ്രഹം. ഭഗവത് സന്നിധിയിലേക്ക് ഒരു പിടിയരിയോ ഒരു വിഹിതമോ നീക്കിവെക്കുന്നവന്റെ ഭണ്ഡാരപ്പുരകൾ ഒരു കാലത്തും ശൂന്യമാവില്ലെന്ന് കാലം സാക്ഷി. ദൈവം തന്റെ പ്രിയപ്പെട്ടവർക്കായി അത് വീണ്ടും വീണ്ടും നിറയ്ക്കുന്നു. പാലക്കയിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ ഈ മഹാ അന്നദാനത്തിലേക്ക് സാധന സാമഗ്രികൾ നൽകിയും സാമ്പത്തികമായ സഹായങ്ങൾ എത്തിച്ചും ധന്യകർമ്മത്തിൽ പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തെയ്യക്കോലങ്ങളുടെ അനുഗ്രഹ വർഷത്തോടൊപ്പം അന്നപ്രസാദം സ്വീകരിച്ച് സംതൃപ്തിയടയുന്ന ഓരോ ഭക്തന്റെയും പ്രാർത്ഥന സകുടുംബങ്ങളിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നിറയ്ക്കട്ടെ. സകുടുംബങ്ങൾ ഒത്തുചേരുന്ന മഹാസന്ദർഭമാണിത്. കുലദൈവങ്ങൾ ചേർത്ത് പിടിക്കുന്ന ദൈവസാന്നിധ്യ മുഹൂർത്തമാണിത്. വേദനയെ സാന്ത്വനമാക്കുന്ന ഫലപ്രാപ്തിയുടെ അനഘവാത്സല്യ നിമിഷങ്ങളാണിത്. വരിക, വരും കാലത്തിലേക്കുള്ള സുഹൃത കാഴ്ചയ്ക്കുള്ള കരുതലാണിത്. പഴശ്ശി പാലക്കയിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രാങ്കണം കാത്തിരിക്കുന്നു. എല്ലാ വിശ്വാസികളെയും
പാലക്കയിൽ വിഷ്ണുമൂർത്തി ക്ഷേത്ര പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവത്തിലേക്ക് ഭക്തിയാദരപൂർവം ക്ഷണിക്കുന്നു, ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഓം ശ്രീ വിഷ്ണുമൂർത്തിയേ നമഃ. പാലക്കയിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിനു വേണ്ടി ഈ സന്ദേശം എഴുതി അവതരിപ്പിക്കുന്നത് പ്രഭാകരൻ കൊയിലി. ഫോൺ 9447411432.